രാജാ രാജ എന്ന് വിളിച്ച് ഞാനും രാജാവായി. കേരളത്തിലെ കഴിഞ്ഞ കാലത്തെ ഊമിക്കാൻ ഈ ഉറുദു കവിതയെ ഉദ്ധരിക്കുന്നതിൽ തെറ്റില്ലല്ലോ. പിന്നെ രാജഭരണമായിരുന്നു ഇവിടെ. ഭൂമി മലയാളത്തിൽ ഒരു ഇല അനങ്ങുന്നത് പോലും തന്റെ അധികാര പരിധിയിലാണെന്ന് ആ രാജാവ് തെറ്റിദ്ധരിക്കുന്നു. അതിന് ഭജന പാടാൻ പാർട്ടിയിലെ മേൽക്കമ്മിറ്റി ഉൾപ്പെടെ ഒരു സംഘം അദ്ദേഹത്തിന് ചുറ്റുമുണ്ടാവുന്നു. അവരെ ചുറ്റിപ്പറ്റി അവർ നീടുന്ന എച്ചിൽ കഴിച്ച് ജീവിക്കുന്ന മറ്റൊരു വലിയ സംഘം. അങ്ങനെ പല തട്ടുകളിലായുള്ള കുഴലൂത്തുകാരും ഭജനപ്പാട്ടുകാരുമായി അവർ 10 വർഷം രാജ്യം ഭരിക്കുന്നു. അവരെല്ലാവരും ചേർന്ന് തള്ളി കേരള മോഡൽ എന്ന് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ ഉണ്ടാക്കുകയും അതാണ് കേരളമെന്നും ആ കേരളത്തെ പിണറായി വിജയൻ എന്ന രാജാവ് കഴിഞ്ഞ 10 വർഷം മുമ്പ് കടലിൽ നിന്നും മഴവെറിഞ്ഞുണ്ടാക്കിയെടുത്തതാണെന്നും അതിനു മുമ്പുള്ള കാലങ്ങളെല്ലാം ഇരുണ്ട കാലമായിരുന്നു എന്നും ഇപ്പോൾ കേരളത്തിൽ വെളിച്ചമായി ഒരു രക്ഷകൻ വന്നിരിക്കുന്നു എന്നെല്ലാം ഭജനപ്പാട്ടുകൾ ഉണ്ടാക്കി. ഉത്തരവാദിത്തപ്പെട്ട ചുമതലപ്പെട്ട ഏതൊരു സർക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് ഒരു ആവറേജ് ഭരണം മാത്രം കാഴ്ചവെച്ച പിണറായി ആൻഡ് ടീംസിന്റെ ഭരണമാണ് കേരളത്തെ കേരളമാക്കിയതെന്നും അതിനു മുമ്പുള്ളതെല്ലാം ഇരുണ്ട കാലവുമാണെന്നും തള്ളിയപ്പോൾ ആ കള്ളങ്ങളെല്ലാം ജനം വെള്ളം തൊടാതെ വിഴുങ്ങുമെന്നായിരുന്നു ഈ രാജാവും രാജാവിന്റെ സംഘവും വിശ്വസിച്ചിരുന്നത്. സ്വന്തം കള്ളങ്ങൾ തൊണ്ടയിൽ കുരുങ്ങിയ അവസ്ഥ വന്നാൽ എങ്ങനെയാവും? അതാണ് ഇന്ന് കേരളത്തിലെ CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ വലിയ തോൽവിയായത്. ഞങ്ങളില്ലാതെ പാലങ്ങളുണ്ടോ? ഞങ്ങളില്ലാതെ റോഡുകളുണ്ടോ? ആശുപത്രി കെട്ടിടങ്ങളും സ്കൂളുകളും ഉണ്ടോ? ഇല്ല. ഞങ്ങൾ എന്ന് പോലുമല്ല, ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച് ഞാനില്ലാതെ ഈ കേരളത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നാണ് രാജാവ് ചോദിച്ചത്. അധികാരമുണ്ടാക്കിയ ഭ്രമത്തിൽ അവർ വെറുപ്പ് വിതച്ചു. പറയാറില്ലേ, പാടത്തെ ജോലിക്ക് വരമ്പത്ത് കൂലിയെന്ന്. അതുപോലെ തന്നെ കേരള ജനത അതിന് മറുപടി നൽകി. വെറുപ്പ് വിതച്ചവർക്ക് അതേ വെറുപ്പ് തന്നെ അവർ കൂലിയായി നൽകി. സംഘപരിവാർ സംഘങ്ങളെ തടയിടാൻ, അവർക്കെതിരെ പോരാടാൻ ഞങ്ങളെയുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ഒരു കൂട്ടം അവർ എന്താണ് കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചത്? ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനെതിരെ വർഗീയമായ വെറുപ്പ് സൃഷ്ടിക്കാനുള്ള സംഘപരിവാർ അജണ്ടയിൽ അവരും പങ്കാളികളായി. ജമായത്തുകാരാണ് നാടിന്റെ ഏറ്റവും വലിയ ശാപമെന്നും അവരെ കൂട്ടുപിടിക്കുന്ന UDF-നെ ജനം മാറ്റി നിർത്തുമെന്നും പറഞ്ഞെങ്കിലും ലക്ഷ്യം ജമായത്തുകാർ മാത്രമായിരുന്നില്ല എന്ന് ഓരോ ഘട്ടത്തിലും മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കി. ഇനി വർഗീയ പരാമർശങ്ങൾ പുലമ്പുന്ന കൂട്ടക്കാർക്കെതിരെ മറുത്തൊരു അഭിപ്രായം പോലും പറയാതെ ഭൂരിപക്ഷത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഊറ്റം കൊണ്ടു. അവർ പറയുന്നതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങണം, അല്ലാതെ ചോദ്യം ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത തെറികൾ വിളിച്ചും സ്ലക്ഷയും ചെയ്തും എല്ലാവരെയും സൈബർ സഖാക്കൾ ഉൾപ്പെടെ അടിച്ചൊതുക്കും. അത് ഏതറ്റം വരെ പോയാലും നിയന്ത്രിക്കാൻ പോലും ഒരു കയ്യോ നാവോ പൊങ്ങില്ല. എല്ലാ ഏകാധിപതികൾക്കും കുഴലൂത്ത് സംഘങ്ങൾക്കും സംഭവിക്കാറുള്ള അതേ പിഴവ് ഇവിടെയും ആവർത്തിക്കപ്പെട്ടു. ആ ഹുങ്കിനും അധികാരത്തിൽ മഞ്ഞളിച്ചു പോയ നേതാക്കളുടെ ഗർവിനും കേരളം തിരിച്ചു കൊടുത്ത മറുപടിയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം. ഇനി ഈ കൊട്ടിഘോഷിക്കുന്ന വികസനങ്ങളിലേക്ക് വന്നാൽ, ഒരു സർക്കാർ 5 വർഷങ്ങളിലോ 10 വർഷങ്ങളിലോ ചെയ്യേണ്ട അടിസ്ഥാന വികസനത്തെക്കാൾ എന്താണ് ഇടത് സർക്കാർ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? വികസന തള്ളുകളുടെ അപ്പുറത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ച് അപ്പോൾ ആലോചിക്കണ്ടേ? പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എത്ര പേരെയാണ് നിങ്ങൾ റോഡിലൂടെ മുട്ടിലിഴിച്ചത്? സർക്കാർ ആശുപത്രികളുടെ അനാസ്ഥയിൽ എത്ര പേരുടെ ജീവൻ, എത്ര പേരുടെ അവയവങ്ങൾ ഇല്ലാതായി? നിങ്ങളുടെ കേരള മോഡലിൽ ഏറ്റവും മുന്നിലുള്ള ആരോഗ്യ മോഡൽ അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അതുണ്ടാക്കാൻ എല്ലാവർക്കുമൊപ്പം വിയർപ്പൊഴുക്കിയ ആശമാർ തെരുവിൽ കിടന്നപ്പോൾ നിങ്ങളുടെ പുച്ഛവും പരിഹാസവും എന്തായിരുന്നു? മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് മാസപ്പടി കിട്ടുന്ന വിവാദമുണ്ടായപ്പോൾ പോലും അതിനെ വളരെ ലഘുവായി കണ്ട് പാർട്ടി തള്ളിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വേറെ. ഇനി കിഫ്ബിയിൽ നിന്ന് ലോൺ എടുത്ത കാശുമായി ഞങ്ങൾ നിങ്ങൾക്ക് പാലം തന്നില്ലേ, റോഡ് തന്നില്ലേ, നല്ല സ്കൂളുകൾ, ആശുപത്രി കെട്ടിടങ്ങൾ തന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തേ തീരൂ എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ജനങ്ങൾക്ക് മാറി മാറി വന്ന സർക്കാരുകൾ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വരെ കണക്ക് പറഞ്ഞ തങ്ങളുടെ ഔദാര്യം പറ്റി ജീവിക്കുന്ന പാവൻ ജനതയാണ് നിങ്ങൾ എന്ന് അവരെ ഓരോ ഘട്ടത്തിലും ഓർമ്മിപ്പിച്ച് അപമാനിച്ചവർക്ക് ജനം നൽകിയ മറുപടി തന്നെയാണ് ഇത്രയും വലിയ തോൽവിയിലേക്ക് എത്തിച്ചത്. എങ്കിൽ പിന്നെ തോറ്റു. എന്നാൽ 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ മുന്നണിക്ക് ഇപ്പോഴും വോട്ട് ചെയ്തവരോടുള്ള ഒരു ഉത്തരവാദിത്തമെങ്കിലും ഉണ്ടല്ലോ. മിനിമം അക്കൗണ്ടബിലിറ്റി. തോൽവി സമ്മതിക്കുന്നു എന്തെങ്കിലും ഒരു പ്രതികരണം, ആ പ്രതികരണമെങ്കിലും കേരളം അർഹിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്ന് പറഞ്ഞു നടന്ന രാജാതിരാജന്മാർ എവിടെ? ചക്രവർത്തിമാർ എവിടെ? അവരെല്ലാം മണ്ണടിഞ്ഞു പോയി. കാലത്തിന്റെ കൽത്തുറങ്കിൽ കിടന്ന് അവർ ഉച്ഛസിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എഴുത്താണിത്. അത് അങ്ങനെയാണ്. ഒറ്റ ദിവസം മതി എല്ലാ പ്രമാണിത്വത്തിൽ നിന്നും ആധിപത്യങ്ങളിൽ നിന്നും ആരെയും താഴെയിറക്കാൻ. എല്ലാം കൈവിട്ട് അവർ താഴേക്കിറങ്ങുമ്പോൾ പിന്നെ കല്ലേറുകളും
ഒറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തിയുള്ള ആക്രമണങ്ങളുമായിരിക്കും. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എല്ലാ ഏകാധിപതികൾക്കും സംഭവിച്ചതും അത് തന്നെയാണ്. 1956 സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20ാം കോൺഗ്രസിൽ നികിത ക്രൂഷ്ചേവ് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ സീക്രട്ട് സ്പീച്ച് എന്നറിയപ്പെടുന്ന പ്രസംഗവുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുള്ള ഒരു കഥയുണ്ട്. സ്റ്റാലിന്റെ ഭരണകാലത്തെ അതിക്രമങ്ങളെ ക്രൂഷ്ചേവ് വിമർശിക്കുമ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ ചോദിക്കുന്നു, നിങ്ങളും അന്ന് അവിടെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് അന്ന് ഇത് എതിർത്തില്ല? അപ്പോൾ ക്രൂഷ്ചേവ് ഗൗരവത്തിൽ പറയുന്നു, ആരാണത് ചോദിച്ചത്? എഴുന്നേൽക്കൂ. പക്ഷേ ആരും ഭയപ്പെട്ട് എഴുന്നേറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് തന്നെയായിരുന്നു അന്ന് എന്റെയും അവസ്ഥ. യഥാർത്ഥത്തിൽ കേരളത്തിലെ CPM എന്ന പാർട്ടിയിലും ഇടതുപക്ഷ സർക്കാരിലും ഇത് തന്നെയല്ലേ സംഭവിച്ചത്? ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി വിമർശനങ്ങളെ മുഷ്ടി കൊണ്ട് നേരിട്ട് ഒരു വ്യക്തി തന്നിലേക്ക് പാർട്ടിയെ കേന്ദ്രീകരിച്ചപ്പോൾ അവിടെ ആരും ചോദ്യം ചെയ്യാനുണ്ടായില്ല. പക്ഷെ അയാൾ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങി ഒന്നുമല്ലാത്തവനാവുമ്പോൾ പറ്റും ചേർന്ന് ആക്രമിക്കപ്പെടുന്നു. അന്നേവരെ ഒന്നും മിണ്ടാതിരുന്നവർ ഇന്ന് അയാളെ ക്രൂശിൽ തറയ്ക്കാനുള്ള ആണികൾ ഒരുക്കുകയാണ്. അന്നേവരെ ജനനായകൻ മാത്രമായി കണ്ടിരുന്ന പിണറായി ഇപ്പോൾ പാർട്ടിയെ ചതിച്ചവനും പലരെയും ഇല്ലാതാക്കിയവനുമാണ്. എല്ലാ ഏകാധിപതികൾക്കും നേരിടേണ്ടി വരുന്ന ആ കാവ്യനീതി അദ്ദേഹത്തെയും തേടിയെത്തിയിരിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിനെല്ലാം ഉത്തരവാദി പിണറായി വിജയൻ മാത്രമാണോ? അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിണറായിക്ക് വേണ്ടി ഒരു പ്രസ്ഥാനത്തെ പരുവപ്പെടുത്തിയെടുത്ത ഈ നാട്ടിലെ പാർട്ടി നേതാക്കളും അതിന്റെ പരാന്നഭോജികളായ സൈബർ പോരാളികൾ ഉൾപ്പെടെയുള്ളവരും കൂടിയാണ് ഇതിന് ഉത്തരവാദി. ജനങ്ങൾക്ക് ഞങ്ങൾക്കുള്ള അത്ര ബുദ്ധി ഉണ്ടായിരുന്നില്ല, ഇടതുപക്ഷം തോൽക്കേണ്ടതായിരുന്നില്ല എന്ന് തുടങ്ങി വോട്ട് ചെയ്ത ജനങ്ങളെ ഉദാസീനരും അരാഷ്ട്രീയരുമെല്ലാമാക്കുന്ന പ്രസ്താവനകൾ ഉൾപ്പെടെ ഇതിന് ഉദാഹരണമാണല്ലോ.